ദേവച്ചാമാരെ നമ്മുടെ വിസിൽ ഇവിടെ അടിച്ചിട്ടാ. നമുക്ക് ഇവിടെ ആവശ്യം 2 വിസിലാണ്. 2 വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ സൈഡിലേക്ക് മാറ്റി വെച്ച് ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടാ. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ സവാള ഇട്ട് ഇളക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം തിരിച്ചറിയണത്. ഇവർക്ക് 5 സവാള അരിയാൻ കൊടുത്തതിൽ ഇവർ 4 അരിഞ്ഞോളൂ. പിന്നെ പാതി സവാള ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് അത് വാടി വന്നപ്പോൾ 2 പച്ചമുളകും കീറിയിട്ട് അതും വാടി വന്നപ്പോൾ ഞാൻ പിന്നെ മസാലകൾ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗറി മസാലയും കൂടി ഇട്ട് പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി അങ്ങോട്ട് എടുത്തിട്ടാ. നല്ലോണം മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങളുടെ ആ എരിവനുസരിച്ച് ഇട്ടാൽ മതിട്ടാ. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി വീണ്ടും കൂടി ഇട്ട് പിന്നെ കുറച്ച് തക്കാളി ഇവിടെ ഞാൻ 5 തക്കാളി ആയിട്ട് എടുത്തതാണ്. അത് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ടല്ലോ, നല്ലോണം ഒട്ടഞ്ഞ് പോണ രീതിയിൽ നല്ലോണം ഇളക്കി നല്ലോണം പച്ചമണം മാറുന്നവരെ അങ്ങോട്ട് മുരിച്ചെടുത്തിട്ടാ. മുരിഞ്ഞു വന്നപ്പോൾ ഞാനത് കുക്കർ ഓർന്ന് അതിൽ വെള്ളം ഞാൻ ആദ്യം തന്നെ ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്തിട്ടാ. പിന്നെ തീ സിമ്മിലിട്ടിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ട് കുക്കറിൽ ചിക്കനും വെള്ളവും കൂടി പിന്നെ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത്. തള വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഉപ്പും കൂടിയിട്ട് ബാലൻസ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്ത് പിന്നെ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കുറച്ച് മല്ലിയിലയും ഇട്ട് ഞങ്ങളെല്ലാവരും നല്ല ഉഷാറായിട്ട് കഴിച്ച് ഗൈസ്. നിങ്ങളും ഇന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം.